നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്താണ്? പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഓക്കെ, നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ്, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിലവിൽ ഏത് സാഹചര്യമാണോ ആ സാഹചര്യം പൂർണ്ണമായും മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ മാറ്റം. എന്തുകൊണ്ടാണ് ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇത് 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് നിങ്ങളെ തേടിയെത്തുന്നത്. ഓക്കെ, ഒരു സാമ്പത്തിക ഗ്രോത്ത് എന്താണോ നിങ്ങൾ കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന വ്യക്തികളോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടിലും സങ്കടത്തിൻ്റെ മധ്യത്ത് പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം ഇറങ്ങുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ടവറിൻ്റെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ചിന്തിക്കുന്നത്? 2 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മാനസികമായി അകന്നു പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാണ്ട് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു നല്ല എനർജി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ വന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ഒരു ട്രാവലിംഗ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, മാനസികമായി ദൂരെയായ വ്യക്തികൾ ഇനി വീണ്ടും ഒന്നിക്കുവാനുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നിലവിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. തളർന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അച്ചീവ് ചെയ്യുവാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളുടെ മാനസിക ബലം ഉറച്ചതായിരിക്കണം. ഇപ്പം മാനസിക ബലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ വേരാണ്. ആ വേര് ഉണങ്ങിയതോ കരിഞ്ഞതോ ശേഷിയില്ലാത്തതോ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളാകുന്ന മരം പൂർണ്ണമായി ഉണങ്ങിപ്പോകും. നിങ്ങളുടെ മനസ്സാകുന്ന വേരിനെ സ്ട്രെങ്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് പ്രപഞ്ചം ഇവിടെ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ ആകർഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നുവെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കും ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ ആകർഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.